കുട്ടികൾക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു എ ബി ഒരു കോഡ് അഥവാ ഞാനാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഞാണ് ആ ഒരു സർക്കിളിൻ്റെ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന ആംഗിൾ എ ഒ ബി, അതിന് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. വൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസ് ആറാണെങ്കിൽ എ ബിയുടെ നീളം കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്. നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ 2r 2r സൈൻ എക്സ് ബൈ 2. ഇവിടെ ഓർക്കേണ്ടത് എക്സ് എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ കോണാണെങ്കിൽ ഈ ഒരു സൂത്രവാക്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 2r ഇൻറ്റു സൈൻ എക്സ് ബൈ 2. രണ്ടാമത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത് എ ബി സി എന്ന് പറഞ്ഞൊരു ത്രികോണമുണ്ട്. ത്രികോണത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരമാണ് ആറെങ്കിൽ ത്രികോണത്തിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു രൂപമാണ് ഉപയോഗിക്കുന്നത്. അതായത് ബി സി എന്ന വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2r സൈൻ എ, അതായത് ബി സിക്ക് എതിരെയുള്ള കോണാണ് എ എങ്കിൽ ബി സിയുടെ നീളം 2r സൈൻ എ സിയുടെ നീളം 2r സൈൻ ബി, എ ബിയുടെ നീളം 2r സൈൻ സി. ഏതൊരു ത്രികോണത്തിൻ്റെയും പരിവൃത്ത ആരം അല്ലെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ചെറിയ എ എന്നാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആംഗിളിനെതിരെയുള്ള വശത്തിന് സ്മോൾ എ എന്ന് കൊടുക്കും. സ്മോൾ എ എന്ന് പറയുന്ന വശത്തിൻ്റെ നീളത്തിനെ അതിൻ്റെ എതിരെയുള്ള കോണിൻ്റെ സൈൻ വില കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പരിവൃത്ത വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ കിട്ടും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇനിയുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇംഗ്ലീഷിൽ. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സർക്കിൾ. ഒരു ത്രികോണവും അതിൻ്റെ പരിവൃത്തവും. സർക്കിൾ എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന് 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന, അതിൻ്റെ പുറത്തുകൂടി കടന്നു പോകുന്ന വൃത്തം. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സർക്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ത്രികോണത്തിൻ്റെ ഒരു കോണും തന്നിട്ടുണ്ട്, അതിനെതിരെയുള്ള ഒരു വശവും തന്നിട്ടുണ്ട്. മലയാളത്തിൽ ഒരു ത്രികോണവും അതിൻ്റെ പരിവൃത്തവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ ആരം എത്ര സെൻറ്റിമീറ്റർ ആണ്? നമുക്കറിയാം, ഇപ്പം നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. എതിരെയുള്ള വശം, ഒരു കോണും എതിരെയുള്ള വശവും തന്നാൽ എങ്ങനെയാണ് നമ്മൾ വശത്തിന് നീളം കണ്ടുപിടിക്കുക? 2r ഇൻറ്റു സൈൻ 60, 2r ഇൻറ്റു സൈൻ 60 എന്ന് പറയുന്നതാണ്. 2r ഇൻറ്റു സൈൻ 60 എന്ന് പറയുന്നതാണ് നമ്മുടെ വശമായിട്ടുള്ള 3. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 2r സൈൻ 60 സമം 3. സൈൻ 60ൻ്റെ വില എത്രയാണ്? √3/2. അപ്പോൾ 2r 2r ഇൻറ്റു √3/2 എന്ന് പറയുന്നതാണ് 3. അപ്പോൾ ഇവിടെ രണ്ടും പോയിട്ട് 6 ഇൻറ്റു √3 സമം എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ 6 കണ്ടുപിടിക്കാൻ 3നെ √3 കൊണ്ട് ഹരിച്ചാൽ മതി. 3നെ √3 കൊണ്ട് ഹരിക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ ശരിക്കും √3നെ 2 തവണ ഗുണിക്കുന്ന സംഖ്യയാണ് 3. അപ്പോൾ താഴെ ഒരു √3 ഉണ്ട്. അപ്പോൾ മുകളിൽ 3 എന്നുള്ളതിനെ √3 ഗുണിക്കണം √3 എന്ന് എഴുതാം. താഴെ ഒരു √3 ഉണ്ട്. മുകളിലും താഴെയുമുള്ള √3 പോയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാ? √3 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു വൃത്തത്തിൻ്റെ, അതായത് ത്രികോണത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളില്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ എതിരെ വരുന്ന വശത്തിനെ 3നെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? എതിരെ വരുന്ന കോണിൻ്റെ, ഒരു വശത്തിൻ്റെ നീളത്തിനെ എതിരെ വരുന്ന കോണിൻ്റെ സൈൻ വില കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 3/sin 60. അല്ല, ഈ രീതിയിലും എഴുതാം. നമുക്ക് ഇങ്ങനെ ഓർത്താലും മതി. 2r 2-3 ഫോർമുല വേണമെന്നില്ല. 2r sin 60 ആണ് വശത്തിന് നീളം. 2r sin 60 = 3. അതിൽ നിന്നും 2r ഇൻറ്റു √3/2 = 3. 2ഉം 2ഉം പോകുന്നു. 6 ഇൻറ്റു √3 = 3 അല്ലേ? അതിൽ നിന്ന് 6 കണ്ടുപിടിക്കാൻ 3നെ √3 കൊണ്ട് ഹരിക്കുന്നു. 3 എന്ന് പറയുന്നത് എന്താ? √3 ഇൻറ്റു √3 ആണ്. അപ്പോൾ ഒരു √3 മുകളിലും താഴത്തും പോയിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം √3 സെൻറ്റിമീറ്റർ ആണ്. ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുക. ഈ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സർക്കം റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 8 സെൻറ്റിമീറ്റർ? സർക്കം റേഡിയസ് എന്താണ്? അതായത് പരിവൃത്തത്തിൻ്റെ ആരം എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പരിവൃത്ത ആരം, അതാണ് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞത്. മലയാളത്തിലെ
വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമഭുജ ത്രികോണത്തിനെ സംബന്ധിച്ച് എല്ലാ വശങ്ങളുടെ നീളങ്ങളും എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു സമഭുജ ത്രികോണമാണ്. വശങ്ങളെല്ലാം 8 സെൻറ്റിമീറ്റർ ആണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും ഒരു ലംബം അതിൻ്റെ ഒരു വശത്തിലേക്ക് വരച്ചിരിക്കുകയാണ്. അതാണ് OD എന്ന് പറയുന്ന ഒരു ലംബം താഴേക്ക് വരച്ചിട്ടുണ്ട്. OD നമുക്കറിയാം ഈ കോണം മൊത്തം 60 ആണ്. അപ്പോൾ 30 30. അപ്പോൾ ഇവിടുത്തെ ത്രികോണം ഏത് ത്രികോണമാണ് ശ്രദ്ധിക്കേണ്ടത്? ODB എന്ന് പറഞ്ഞ ത്രികോണം ശ്രദ്ധിച്ചാൽ അതിൽ വരുന്ന കോണുകൾ 30 60 90 ആണ്. ODBയുടെ കോണുകൾ 30 60 90 ആണ് വരും. എന്താണ് 30 60 90ന്റെ പ്രത്യേകത? ODBയുടെ കോണുകൾ 30 60 90 ആണ് അല്ലേ? 30 ആണ് ഇവിടെ, ഇവിടെ 90 ആണ്, ഇവിടെ 60 ആണ് അല്ലേ? അതിൽ 60-നെതിരെയുള്ള വശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എത്ര? 4 സെൻറ്റിമീറ്റർ. 60-നെതിരെയുള്ള വശമാണ് 4 സെൻറ്റിമീറ്റർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിൽ വലിയ വശമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 60-നെതിരെയുള്ള വശമാണ് 4 സെൻറ്റിമീറ്റർ. ഡി എന്ന് പറഞ്ഞാൽ ഡിയിലാണ് ഇവിടെ 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഈ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് നമ്മുടെ OB അഥവാ വൃത്തത്തിൻ്റെ ആരം. വൃത്തത്തിൻ്റെ ആരമായിട്ടുള്ള OB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ത്രികോണം നമുക്ക് പുതിയൊരു പേജിലേക്ക് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ചിത്രം. ODB എന്നാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 90 ഡിഗ്രി വരുന്നു. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇതാണ് ശരിക്കും വൃത്തത്തിൻ്റെ ആരം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. OB എന്ന് പറയുന്നതാണ് വൃത്തത്തിൻ്റെ ആരം. അത് ഏറ്റവും വലിയ വശമാണ്. ഇനി മറ്റു വശങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? ഇത് 30 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്. എന്താണ് 30 60 90 വരുന്ന കോണുകൾ വരുന്ന ത്രികോണത്തിൻ്റെ വശങ്ങളുടെ പ്രത്യേകത? വശങ്ങളുടെ പ്രത്യേകത ഇതാണ്. ഏറ്റവും ചെറിയ വശം 30-നെതിരെയാണ്. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും ചെറിയ വശമായ ODA √3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് രണ്ടാമത്, അതായത് 60-നെതിരെയുള്ള വശമായ എന്ത് കിട്ടുന്നത്? ഏറ്റവും ചെറിയ വശമായ ODA √3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 60-നെതിരെയുള്ള വശമായ 4 കിട്ടുന്നത്. അതുകൊണ്ട് OD കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? OD എന്ന് പറയുന്നത് എന്താണ്? 4/√3 ആണ്. ODയുടെ നീളം 4/√3. എങ്ങനെ കിട്ടി? ഏറ്റവും ചെറിയ വശമാണ് 30 ഡിഗ്രിക്കെതിരെ. 30 ഡിഗ്രിക്കെതിരെയുള്ള വശത്തിനെ √3 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 60 ഡിഗ്രിക്കെതിരെയുള്ള വശമായ BD കിട്ടുക, അതായത് 4 കിട്ടുക. 4 കിട്ടാനായിട്ട് OD ഗുണിക്കണം √3. അപ്പോൾ ODയുടെ നീളം എത്രയാണ്? 4/√3. ഇതാണ് ഏറ്റവും ചെറിയ വശം. 4/√3 ആണ്. നമുക്ക് വേണ്ടത് 90 ഡിഗ്രിക്കെതിരെയുള്ള, അതായത് ഏറ്റവും വലിയ വശമായിട്ടുള്ള OB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും വലിയ വശമായിട്ടുള്ള OB കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഏറ്റവും ചെറിയ വശത്തിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 2 ഗുണിക്കണം 4/√3. അതായത് എങ്ങനെ എഴുതാം അതിനെ? 8/√3 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വൃത്തത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം. 8/√3 ഒന്നുകൂടി നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇതിൻ്റെ മുകളിലും താഴെയും √3 കൊണ്ട് ഗുണിച്ചിട്ട് അതിനെങ്ങനെ എഴുതാം? മുകളിൽ 8√3 എന്ന് വരും, താഴെ √3 √3 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയും സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം അല്ലെങ്കിൽ സർക്കം റേഡിയസ് എന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിൽ ചിത്രത്തിലൊരു ത്രികോണവും അതിൻ്റെ പരിവൃത്തവും കാണിച്ചിരിക്കുന്നു. 2 ഭാഗങ്ങളുടെ ചോദ്യത്തിന് വൃത്തത്തിൻ്റെ വ്യാസം കണക്കാക്കുക, ത്രികോണത്തിൻ്റെ മറ്റ് വശങ്ങളുടെ നീളം കണക്കാക്കുക. വൃത്തത്തിൻ്റെ വ്യാസം കണക്കാക്കുക, ത്രികോണത്തിൻ്റെ മറ്റ് വശങ്ങളുടെ നീളം കണക്കാക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സർക്കിൾ. കമ്പ്യൂട്ട് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അതായത് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദി അതർ 2 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. മറ്റ് 2 വശങ്ങളുടെ നീളം കൂടി കണ്ടുപിടിക്കണം. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വളരെ എളുപ്പത്തിലുള്ള ചോദ്യം തന്നെയാണ്. വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാൻ കോണുകൾ കിട്ടിയാൽ എങ്ങനെയാണ് വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. നമുക്കതിലേക്ക് ഉത്തരത്തിലേക്ക് പോകാം.
വൃത്തത്തിൻ്റെ വ്യാസം കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോണേ തന്നിട്ടുള്ളൂ ശരിക്കും. മറ്റേ ഇംഗ്ലീഷ് മീഡിയത്തിലെ ചോദ്യത്തിൽ 3ാമത്തെ കോണും തന്നിട്ടുണ്ട്. അപ്പോൾ 2 കോണ് 50ഉം 60ഉം തന്നാൽ 3ാമത്തെ കോണ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. 3ാമത്തെ കോണ്, അതായത് കോൺ എ കണ്ടുപിടിക്കാനായിട്ട് 180ൽ നിന്ന് 50 + 60 എത്രയാ? 110. 180ൽ നിന്ന് 110 കുറച്ചു. ഇപ്പോൾ 70 ഡിഗ്രിയാണ് ഇതിൻ്റെ തേർഡ് കോണ്, 3ാമത്തെ ആംഗിൾ കിട്ടി. ഇനി ഓരോ വശങ്ങളുടെ നീളങ്ങളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിനുവേണ്ടി ആദ്യം തന്നിരിക്കുന്ന വശം എത്രയാ? 4 സെൻറ്റിമീറ്ററാണ്. 4 സെൻറ്റിമീറ്ററും ഈ 70 ഡിഗ്രി കോണുമായിട്ടുള്ള ബന്ധം, 4 സെൻറ്റിമീറ്ററിന് എതിരായിട്ടാണ് ആര് വരിക? 70 ഡിഗ്രി കോണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2r sin 70. 2r × sin 70 ആണ് നമ്മുടെ 4 ഡിഗ്രി ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ 2r കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 4നെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? sin 70 കൊണ്ട് ഹരിച്ചാൽ മതി. sin 70 കൊണ്ട് 4നെ ഹരിക്കണം. ഇവിടെ sin 70ൻ്റെ വിലയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.94 ആണ്. അപ്പോൾ 4നെ 0.94 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. എത്ര കിട്ടി? 4.26 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വ്യാസം, അതായത് 2r കിട്ടിയത്. 4.26. ഇവിടെ ആരം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ എടുത്താൽ മതി? 2r തന്നെ എടുത്താൽ മതി. ഇപ്പോൾ വ്യാസം അഥവാ 2r കിട്ടിക്കഴിഞ്ഞാൽ ഇനി മറ്റു വശങ്ങൾ കണ്ടുപിടിക്കാം അല്ലേ? 60 ഡിഗ്രിക്കെതിരെയുള്ള വശം കണ്ടുപിടിക്കാൻ, അതായത് AB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 60 ഡിഗ്രിക്കെതിരെയുള്ള വശമായിട്ടുള്ള AB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 60 ഡിഗ്രിക്കെതിരെയുള്ള വശമായ AB കണ്ടുപിടിക്കാനായിട്ട് 2r × sin 60. 2rൻ്റെ വില എത്ര? 4.26 × sin 60. ഇനി 50 ഡിഗ്രിക്കെതിരെയുള്ള വശമായിട്ടുള്ള 50 ഡിഗ്രിക്കെതിരെയുള്ള വശം ഏതാണ്? AC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2r × sin 50. 2rൻ്റെ വില 4.26. sin 50 നമുക്ക് പട്ടിക നോക്കി കണ്ടുപിടിക്കുക. ഇവിടെ പരീക്ഷയ്ക്കാണെങ്കിൽ sin 50ൻ്റെ വില നമ്മുടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും. sin 50ൻ്റെ വില എത്രയാണ്? 0.77. അപ്പോൾ ABയുടെ നീളം 2r × sin 60, അതായത് 4.26 × sin 60ൻ്റെ വില നമുക്ക് √3 എഴുതാം. അല്ലെങ്കിൽ പട്ടിക നോക്കിയാൽ നമുക്കറിയാം 0.87 ആണ്. അപ്പോൾ 4.26 ഗുണിക്കണം 0.87 ചെയ്തപ്പോൾ 3.70 കിട്ടി. ഇനി AC-യുടെ നീളം കണ്ടുപിടിക്കാൻ 2r × sin 50. sin 50ൻ്റെ വില 0.77. അപ്പോൾ 4.26 × 0.77 എന്നാണ് ഉത്തരത്തിലേക്ക് എത്തുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം ഇതാണ്. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ passing through the ends of a line 5 cm long and the angle on the circle on one side of the line should be 80 degree. What should be the radius of the circle? എന്നാണ്. ഒരു വൃത്തം വരയ്ക്കേണ്ടതുണ്ട്. വൃത്തത്തിൻ്റെ എന്തുകൂടെ പോകണം? ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള വരയുടെ അറ്റങ്ങളിൽ കൂടി ഈ വൃത്തം കടന്നു പോകണം. അതായത് ഈ 5 സെൻറ്റിമീറ്റർ നീളമുള്ള വര വൃത്തത്തിൻ്റെ ഞാൻ അഥവാ കോഡായിരിക്കണം. ആൻഡ് ദി ആംഗിൾ ഓൺ ദ സർക്കിൾ ഓൺ വൺ സൈഡ് ഓഫ് ദി ലൈൻ, ഒരു ഭാഗത്തുള്ള കോണ് എത്രയായിരിക്കണം? ഈ വരയുടെ ഒരു ഭാഗത്തുള്ള കോണ് എത്ര ഡിഗ്രി ആയിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കണം. അതിൻ്റെ അർത്ഥം ഈ 5 സെൻറ്റിമീറ്റർ നീളമുള്ള വര എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കോഡ് അഥവാ ഞാനായിരിക്കണം. വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ 80 ഡിഗ്രി ആയിരിക്കുകയും വേണം. വൃത്തത്തിൻ്റെ ആരം എത്രയായിട്ട് എടുക്കണം? ഇതാണ് നമ്മുടെ ചിത്രം. അതായത് ഒരു ത്രികോണം തന്നെയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ 5 സെൻറ്റിമീറ്ററുള്ള വശത്തിനെതിരെയാണ് 80 ഡിഗ്രി കോൺ. അപ്പോൾ നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് വശത്തിന് നീളം കണ്ടുപിടിക്കാൻ 2r × sin 80 = 5. അതിൽ നിന്ന് 6 കണ്ടുപിടിക്കാൻ ആരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2 × sin 80നെ താഴേക്ക് എടുത്തു. 5 ഹരിക്കണം 2 × sin 80, അതായത് 5 ഹരിക്കണം 2 × 0.9848. അപ്പോൾ 2 കൊണ്ട് 0.9848 ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? 5 ഹരിക്കണം 1.9696. അപ്പോൾ എളുപ്പത്തിൽ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. 5 ഹരിക്കണം 1.97 ചെയ്താൽ മതി. 9696, അതായത് 1.9696. അപ്പോൾ ഈ 6 കഴിഞ്ഞിട്ട് 9 എന്നുള്ള സംഖ്യ വരുന്നതുകൊണ്ട് 1.97 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 2.54 നമുക്കിവിടെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം. അതാണ് നമ്മുടെ
പരിവൃത്തത്തിൻ്റെ ഈ ത്രികോണത്തിൻ്റെ വൃത്തത്തിൻ്റെ ആരം, ശരിക്കും ത്രികോണത്തിൻ്റെ പരിവൃത്തമാണ്, അതിൻ്റെ ആരം എന്ന് പറയുന്നത് 2.54 വരിക. അടുത്ത ചോദ്യം ഇതാണ്. ദ പിക്ചർ ഷോസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. ഒരു വൃത്തത്തിൻ്റെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ആ വൃത്തഭാഗത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ശരിക്കും പറഞ്ഞ ഒരു ഞാണിൻ്റെ നീളം അല്ലെങ്കിൽ കോഡിൻ്റെ നീളമാണ് 8 സെൻറ്റിമീറ്റർ. ആ കോഡിനെതിരെ വരുന്ന കോണ് 140 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു വൃത്തം തന്നിട്ടുണ്ട്, വൃത്തത്തിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ ആരം എന്താണ് അഥവാ റേഡിയസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വൃത്തം മുഴുവനായിട്ടൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ രൂപം എന്താണെന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു വൃത്തത്തിൻ്റെ ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ ആരം എത്ര സെൻറ്റിമീറ്റർ ആണ്? വൃത്തം മൊത്തത്തിൽ വരച്ചപ്പോൾ ഈ 8 സെൻറ്റിമീറ്റർ വരുന്ന ഞാണ്, 8 സെൻറ്റിമീറ്റർ വരുന്ന ഞാണിൻ്റെ ഒരു ഭാഗത്ത് 140 അല്ലേ, മറുഭാഗത്ത് 40. ഇതിൽ 140 എടുത്താലും 40 എടുത്താലും നമുക്ക് കിട്ടുന്ന ഒരേ ഉത്തരം തന്നെ കിട്ടും. കാരണം എന്താ? രണ്ടുപേരും ത്രികോണമായിട്ട് എടുക്കുമ്പോൾ 8 സെൻറ്റിമീറ്ററിന് എതിരെ വരുന്ന 8 സെൻറ്റിമീറ്റർ എതിരെ വരുന്ന കോണാണ് 140ഉം 40. അപ്പോൾ 140 വന്നാൽ 90 മുകളിലെ കോണായ 140 വന്നാൽ 140 എടുക്കണം എന്നില്ല, പകരം നമുക്ക് എന്തെടുത്താൽ മതി? 40 ഡിഗ്രി എടുത്താൽ മതി അല്ലേ. അപ്പോൾ 8 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന 140 വരുന്ന ത്രികോണത്തിൻ്റെ മറുവശത്ത് അതുപോലെ തന്നെ മറ്റൊരു ത്രികോണം വരും. മറുവശത്ത് വരുന്ന ത്രികോണം, താഴെ വരുന്ന ത്രികോണത്തിൻ്റെ പ്രത്യേകം നോക്കൂ, അവിടുത്തെ കോണം എന്താണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ നീളമാണ്. അതിനെതിരെയുള്ള കോണ് 40 ആണെങ്കിൽ എങ്ങനെ എഴുതുക? 2r 2r ഇൻറ്റു സൈൻ 40 = 8. അതിൽ നിന്ന് ആരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആരമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 8നെ എന്തുകൊണ്ട് ഹരിക്കണം? 2 ഇൻറ്റു സൈൻ 40 കൊണ്ട് ഹരിക്കണം. 2 ഇൻറ്റു സൈൻ 40, സൈൻ 40യുടെ വില നമ്മൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. 2 ഇൻറ്റു സൈൻ 40 0.6428 ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് 4നെ 0.64 കൊണ്ട് ഹരിച്ചാൽ മതി. 4 ഹരിക്കണം 0.64. എങ്ങനെയാണ് 4നെ 0.64 കൊണ്ട് ഹരിക്കുക? അതും കൂടി നമുക്കൊന്ന് നോക്കാം. 4നെ 0.64 കൊണ്ട് ഹരിക്കാനായിട്ട് മുകളിലും താഴത്തും 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കാനുള്ള കാരണം താഴെയുള്ള ദശാംശത്തിൽ 2 സ്ഥാനമുണ്ട്. അപ്പോൾ ആ 2 സ്ഥാനം ഒന്ന് മാറ്റി ദശാംശം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് മുകളിൽ വരും? മുകളിൽ 400ഉം താഴെ നമുക്ക് 64 കിട്ടും. ഇനി നമുക്ക് 400നെ 64 കൊണ്ട് ഹരിച്ചു നോക്കണം. 400നെ 64 കൊണ്ട് ഹരിച്ചു നോക്കുക. എത്ര തവണയാണ് 64 പോവുക എന്ന് നോക്കാം. അപ്പം 64 എന്തായാലും 4 7 28 2 6 7 42 2 44 വലിയ സംഖ്യയാണ് വരിക. 400-നേക്കാൾ വലുതാണ്. അപ്പോൾ 6 പ്രാവശ്യം നോക്കാം. 6 4 24 4 2 6 6 36 2 38. അപ്പോൾ നമുക്ക് പറ്റിയ ആൾ ആരാണ്? 6 ആണ്. 6 പ്രാവശ്യം ആകുമ്പോൾ എത്ര വരും? 6 4 24 4 ബാക്കി 2 6 6 36 2 38. എത്ര വരും? 384 വരും. എത്ര തവണയാണ് പോയത്? 6 അല്ലേ, 6. ഇനി കുറയ്ക്കുക. 400 നിന്ന് 384 കുറച്ചാൽ 10 നിന്ന് 4 പോയാൽ 6, 9 നിന്ന് 8 പോയാൽ 1. എത്ര കിട്ടും? 16 നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ദശാംശ സ്ഥാനം ഇടണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 0 കൊടുക്കണം. നമുക്കറിയാം 64 2 64 3 വലുത് വരും. 64 2 128. അപ്പോൾ 2 പ്രാവശ്യം 64 2 128. 160 നിന്ന് 128 കുറച്ചാൽ വീണ്ടും 10 നിന്ന് 8 പോയാൽ 2. ഇവിടെ ബാക്കി 5, 5 നിന്ന് 2 പോയാൽ 3. എത്ര കിട്ടും? 320 കിട്ടും അല്ലേ. 32 കിട്ടും. ഒരു 0 കൂടെ ചേർക്കാം നമുക്ക്. എത്ര പ്രാവശ്യം പോകും നോക്കാം. 64 5 എത്രയാ? 14 0 2 6 32 32. എത്രയാ? 64 5 32. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 ഉത്തരം കിട്ടി. 6.25 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഏകദേശം എടുത്തിരിക്കുന്ന വില 6.42 എടുത്തുകൊണ്ടാണ് ഇവിടെ 6.22 കിട്ടിയത്. അപ്പോൾ നമുക്ക് 0.64 ആയിട്ട് നമ്മൾ ചെറുതാക്കി എടുത്തപ്പോൾ 6.25 ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഏകദേശം എത്രയാണ്? 6.25 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ ഉത്തരം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കണക്കാക്കേണ്ടത്. ഇനി അവസാന ചോദ്യത്തിലേക്ക് പോകാം. ഏതാണ് ആ ഭാഗത്ത് അവസാന ചോദ്യം? എ റെഗുലർ പെൻറ്റഗൺ ഈസ് ഡ്രോൺ വിത്ത് ഓൾ ഇറ്റ്സ് വെർട്ടൈസസ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റേഴ്സ്. ഒരു റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള 5 വശമുള്ള രൂപം
അതിൻ്റെ എല്ലാ മൂലകളും എവിടെയാണ്? വൃത്തത്തിലാവുന്ന വിധത്തിൽ വരച്ചിരിക്കുകയാണ്. വൃത്തത്തിൻ്റെ ആരം 15 സെൻറ്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദിസ് പെൻറ്റഗൺ. ഇതിൻ്റെ പെൻറ്റഗണിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. മലയാളത്തിലെ ഒരു സമപഞ്ചഭുജത്തിൻ്റെ മൂലകളെല്ലാം 15 സെൻറ്റിമീറ്റർ ആരമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. സമപഞ്ചഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വൃത്തത്തിൻ്റെ അകത്ത് ഒരു ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ വരുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വൃത്തത്തിന് മൊത്തം കോണളവ് 360 അല്ലേ? അപ്പോൾ പഞ്ചഭുജത്തിനെ സംബന്ധിച്ച് 5 വശമുണ്ട്, റെഗുലറാണ്, എല്ലാം തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ വശവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് കണ്ടുപിടിക്കാനായിട്ട് 360 5 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുക. ഓരോ വശവും വൃത്തത്തിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന കോൺ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മൊത്തത്തിൽ അതിനെ എന്തുകൊണ്ട് ഹരിക്കുക? അപ്പോൾ ഇതിൻ്റെ വശം AB ആണെന്ന് വിചാരിക്കുക. AB കേന്ദ്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് കണ്ടുപിടിക്കാനായിട്ട് 360 നമ്മൾ 5 കൊണ്ട് ഹരിച്ചു. എത്ര കിട്ടി? 72 ഡിഗ്രിയാണ് ഇവിടെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ അല്ലേ? അപ്പോൾ AB ഒരു ഞാണായിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ കോഡായിട്ട് കണക്കാക്കാം. അപ്പോൾ AB എന്ന് പറയുന്ന കോഡ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് 72. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് 72. വൃത്തത്തിൻ്റെ ആരം എത്രയാ? 15. അപ്പോൾ ഒരു ഞാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് കിട്ടിയാൽ എങ്ങനെയാണ് നമ്മൾ ആ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കുക? അതിന് നമ്മളൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2r 2r × sin x/2 ആണ് ഞാണിൻ്റെ നീളം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 72 ആണ് വരിക. നമുക്ക് എങ്ങനെ എഴുതാം? 2r × sin 72/2, അതായത് 2r × sin 36 ആണ് നമ്മുടെ ഞാണ് അഥവാ കോഡിൻ്റെ നീളം. ആ AB ആണ് നമ്മുടെ പഞ്ചഭുജത്തിൻ്റെ വശം. അതാണ് ചെറിയ a എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 × r എത്രയാ? 15 × sin 36ൻ്റെ വില എവിടെ നിന്ന് കിട്ടും? നമുക്ക് പട്ടികയിൽ നിന്ന് കിട്ടും. എത്രയാ? 0.5878 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 17.634 സെൻറ്റിമീറ്റർ ആണ് ഈ പഞ്ചഭുജത്തിൻ്റെ ഓരോ വശവും. അപ്പോൾ ഉള്ളിൽ പോളിഗൺ വരുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കേന്ദ്രകോൺ കണ്ടുപിടിക്കാനായിട്ട് 360 പഞ്ചഭുജമാണെങ്കിൽ 360 5 കൊണ്ട് ഹരിക്കുന്നു. ഇതേ സ്ഥാനത്ത് ഷഡ്ഭുജമാണ് വരുന്നെങ്കിൽ, 6 വശമാണ് വരുന്നെങ്കിൽ 360 6 കൊണ്ട് ഹരിച്ച് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വശത്തിന് നീളം കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ ഞാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫോമുല ഏത് ഉപയോഗിച്ചത്? 2r × sin x/2. എക്സിൻ്റെ സ്ഥാനത്ത് 72 ആണ്. അപ്പോൾ 2r × sin 72/2, അതായത് 2r sin 36. ആറിൻ്റെ വില 15. അപ്പോൾ 2 × 15 × sin 36ൻ്റെ വില 0.5878 വച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നു. താങ്ക് യു.